50 ദിവസം പിന്നിടുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി പലരും രംഗത്തെത്തുന്നു. സർക്കാർ ഇതുവരെ ഈ കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനമെടുക്കാത്തതിനാൽ ഈ സമരം കൂടുതൽ തീവ്രമായി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ആശാവർക്കർമാരുടെ തുറന്ന പ്രഖ്യാപനം. ഈ സമരത്തിൽ ഇനി തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, ആക്രോശിച്ചുകൊണ്ട്, പദം പറഞ്ഞുകൊണ്ട്, കണ്ടമിടറിക്കൊണ്ട്, മുദ്രാവാക്യം വിളിച്ചുകൊണ്ടൊക്കെ തങ്ങളുടെ ജീവിതാവസ്ഥകളെ വിവരിക്കുന്ന ആശാവർക്കർമാരെ നമുക്ക് ഇന്ന് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ കാണാമായിരുന്നു. ഈ വിഷയമാണ് ന്യൂസ് 24 ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത്. നമ്മളോടൊപ്പം ഈ സമരത്തിന്റെ ഭാഗമായി മുടിമുറിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായ പത്മജം എന്ന ആശാവർക്കറും ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസും ചേരുന്നുണ്ട്. രണ്ടുപേർക്കും ന്യൂസ് 24ലേക്ക് സ്വാഗതം. ശ്രീമതി പത്മജം, ഈ സമരം ഈ ഘട്ടത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്യേണ്ടി വന്നത്? ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നത്, ഞങ്ങളിന്ന് സമരം ചെയ്തിട്ട് 50 ദിവസമായി. 50 ദിവസം കൊണ്ട് ഞങ്ങൾ രാപ്പകലും മഴയത്തും മഞ്ഞിലും വെയിലത്തും, ഈ കോരിച്ചൊരിയുന്ന വെയിലത്തും ഞങ്ങൾ ഈ ഇവിടെ സമരം കിടക്കണം. ഒരു ദിവസം പോലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഞങ്ങളെ വിളിക്കുകയോ അതിനൊരു ചർച്ചയ്ക്ക് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാണ് കിടക്കുന്നതെന്ന് പോലും ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ വന്ന് കിടന്ന് ഒരു 10 ദിവസം മുമ്പേ PSCക്കാർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു. ഞങ്ങളുടെ അനാവശ്യ സമരം എന്ന് പറഞ്ഞു, ഞങ്ങൾ ഈർക്കിൾ പാർട്ടി എന്ന് പറഞ്ഞു, ഞങ്ങൾ വൈറസുകാരാണെന്ന് പറഞ്ഞു, ഞങ്ങൾ പാട്ടപ്പിരിവുകാരാണെന്ന് പറഞ്ഞു. ഞങ്ങൾ വെറും പാവപ്പെട്ടവർക്ക് ഇതെന്താ, ആരോ ഞങ്ങളെ പിന്താങ്ങി പിറകെ നിന്ന് താങ്ങി 500 രൂപ കൂലി കൊടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിക്കുന്നതാണ്. സാറേ, ഞങ്ങൾ യഥാർത്ഥ ആശാ വർക്കർമാരാണ്. ഞങ്ങൾക്ക് 9 മോഡിയുടെ ട്രെയിനിങ് തന്നാൽ ഞങ്ങളെ ആശയിലെടുത്തത്. ഞാൻ 93-ൽ കയറിയതാണ്. 93-ൽ കയറിയപ്പോൾ അന്ന് ഇത്രയും ജോലിയില്ലായിരുന്നു. പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത വീട്ടിൽ മരണത്തിന് പോകുമ്പോഴോ അടുത്ത വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴോ നിങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ 2008 മുതൽ ഞങ്ങളുടെ കഴുത്തിന് താങ്ങാൻ പറ്റാത്ത ഭാരത്തിലുള്ള ജോലിയാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. ഇന്നിപ്പോ ഈ സമരത്തിന്റെ ഭാഗമായി തലമുണ്ടനം ചെയ്യുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയപ്പോഴും അല്ലാതെയും കരഞ്ഞുകൊണ്ട് ശ്രീമതി പത്മജം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ ചങ്കാണ് അറുത്തെടുക്കുന്നത് എന്ന്. ഇത്രയും തീവ്രമായൊരു സമര രീതി, അതിനെ ആശ്രയിക്കാനുള്ള കാരണം എന്താണ്? ആശ്രയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ ഇത്രയും ദിവസം കിടന്നിട്ട് എന്തിനു കിടക്കുന്നെന്ന് പോലും ചോദിക്കാൻ ആരുമില്ലാതെ കിടന്ന് മാത്രമല്ല, ഞങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രയാസം, എൻ്റെ വീട് ജപ്തി എപ്പോഴാണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ലോൺ എടുത്തൊരു വീട് വച്ചത്, ഒരു നല്ലൊരു വീട് വച്ചത്, അതിന് പോലും കയറി കിടക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല സാറേ. മാഡം, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഭൂമിയോളം ക്ഷമിച്ചു. ഞങ്ങളെ എന്തെല്ലാം ആക്ഷേപിച്ചു, എന്തെല്ലാം ഞങ്ങൾ പറഞ്ഞു. ഭൂമിയോളം ക്ഷമിച്ചു. ഞങ്ങൾ ഇത്രയും ഇനി ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ വയ്യ മാഡം, ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ വയ്യ. 232 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്ക് ഈ 232 രൂപ എന്താകാനാ? ഇനി ഇതിലും നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിലും ഞങ്ങളോട് വന്ന് എന്തെങ്കിലും ഒരു കാര്യം, ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമൊന്നും പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ വന്നില്ലെങ്കിലും ഞങ്ങളുടെ നേതാക്കളെ വിളിച്ച്, മിനി മേഡത്തിനെയും ബിന്ദു മേഡത്തിനെയും സദാനന്ദ സാറിനെയും വിളിച്ച് എന്തെങ്കിലും ഒരു വാക്ക്, ഞങ്ങൾ അനാവശ്യ സമരമാണെന്ന് പറഞ്ഞ് എല്ലാം ക്ഷമിച്ചു മേഡം. എന്തെല്ലാം ഞങ്ങളെ പറഞ്ഞ് മേഡത്തിനും അറിയാമല്ല, ഞങ്ങളെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. എന്തെല്ലാം ഞങ്ങൾ ഇനി ഈ ലോകത്ത് കേൾക്കാത്ത അപരാധങ്ങളെല്ലാം കേട്ടു. വയ്യ മേഡം, ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ നെഞ്ചിനകത്തുള്ള എല്ലാ ദുഃഖവും പ്രയാസവും എൻ്റെ തലയിൽ ഞാൻ എങ്ങനെ എൻ്റെ കയറിക്കിടക്കട ഇടപ്പോന്ന, എങ്ങനെ ജീവിക്കുന്ന ഉള്ള ഒരു ഇതിലല്ല ഞാൻ ഇത്രയും വന്നു കിടന്ന് ഈ മഴയത്തും മഞ്ഞിലും വന്നു കിടന്ന് ഈ മഴ സമയത്ത് മേഡം ഞങ്ങൾ കിടക്കരുത്. ഞാനായിരുന്നു അന്ന് വിളിച്ച് കിടക്കായിരുന്നു. 2:30 മണിക്കാണ് വന്ന് ഞങ്ങൾ അതുവരെ ടാർപ്പ കമ്പിയിൽ പിടിച്ച് കെട്ടിയില്ല. ഞങ്ങൾ പിടിച്ചു വെച്ചിട്ട് കിടന്നപ്പോഴാണ് വന്ന് തട്ടിയിട്ട് പറഞ്ഞത് നല്ല മഴയായിരുന്നു, ഇതിനകത്ത് ആളുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കെട്ടാൻ പറ്റില്ല. പോലീസുകാർ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല. ബഹുമാനപ്പെട്ട പോലീസിനെ എല്ലാം ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അവർക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഓർഡർ അതനുസരിച്ച് അതെല്ലാം ഞങ്ങൾ ക്ഷമിച്ചു, സഹിച്ചു.
ഭൂമിദേവി അമ്മ എങ്ങനെയാണോ ക്ഷമിക്കുന്നത് അതുപോലെ ഞങ്ങളിവിടെ 50 ദിവസം കിടന്നെങ്കിലും ഞങ്ങൾ ഒരു വണ്ടി തടസ്സപ്പെടുത്തുകയോ ഒരു യാത്രക്കാരെ തടസ്സപ്പെടുത്തുകയോ മറ്റൊരു ബുദ്ധിമുട്ടും ഞങ്ങൾ ചെയ്തില്ല. ഇനി വയ്യ മേഡം, ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. ഞങ്ങൾ അവസാനത്ത് ഞങ്ങൾ ക്ഷമിച്ചു. ഇനി വയ്യ, ഒട്ടും നേരെ ആഹാരം പോലും ഇറങ്ങുന്നില്ല. വീട്ടിലെ കാര്യങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും കഴിഞ്ഞ മാസത്തെ ഓണറേറിയം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. 9-ാം തീയതി വരെ വർക്ക് ചെയ്തവളാണ് ഞാൻ കഴിഞ്ഞ മാസം. അതുപോലെ ഈ നിമിഷം വരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ സമരത്തിന് വന്നവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. കയ്യിലും പൈസയില്ല, ജീവിക്കാൻ നിവർത്തിയില്ല, കിടക്കാടവും പോവും. അതുകൊണ്ടാണ് മേഡം ഞാൻ നിയന്ത്രണം വിട്ട് ഞങ്ങളെല്ലാവർക്കും വേണ്ടി നിയന്ത്രണം വിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇതിലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞില്ലെന്നുണ്ട് പിന്നെ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് പോലും തീരുമാനിച്ചാൽ ഇവിടെ ഞങ്ങൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുമെന്നോ ഞങ്ങൾ അതിക്രമിച്ച് കയറുമെന്നോ അങ്ങനെയൊന്നുമല്ല. ഞങ്ങളെല്ലാവരും ആശമാരെല്ലാവരും സ്വയം ഞങ്ങളില്ലാതാകും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പറയാൻ. ഇനി വയ്യ മേഡം, ഞങ്ങൾ കടം വാങ്ങാൻ വയ്യ. കടം വാങ്ങുന്നവർക്ക് കൊടുക്കാൻ പത്മജം, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി വയ്യ എന്നുള്ള വാക്കുകളാണ് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഈ സമയത്തും ഇത്രയും കഠിനമായ മാർഗങ്ങൾ അവലംബിച്ച് സമരം നടത്തുന്ന സമയത്തും അവർക്കുള്ള പ്രതീക്ഷ അവർ ആവർത്തിച്ച് പറയുന്നത് ആരോഗ്യമന്ത്രി ഞങ്ങളുടെ അടുത്ത് വരും, ഞങ്ങളോട് സംസാരിക്കും, നല്ലൊരു വാക്ക് പറയും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ചർച്ച നടത്തുന്ന സമയത്ത് ആ ചർച്ച പരാജയപ്പെട്ടു പോകുന്നു. അന്ന് ആ ചർച്ചയ്ക്ക് പോയ ആശാപ്രവർത്തകർ പുറത്തു വന്ന് പറഞ്ഞത് നിങ്ങൾ ചർച്ച പിൻവലിക്കണമെന്നല്ലാതെ എന്തു ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയും അവിടെ ഉണ്ടായില്ല. ഏതാണ്ട് 3/4 മണിക്കൂറുള്ള സമയമെടുത്തു. പക്ഷേ ചർച്ച അവസാനിപ്പിക്കണം, നമുക്ക് വേറെ വഴിയില്ല, കേന്ദ്ര സർക്കാരാണ് ഇത് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക എന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്നതിനെപ്പറ്റി ഒരു ചർച്ച പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് സർക്കാരിന് ഇത് കാണാതിരിക്കാൻ കഴിയുന്നത്? ആദ്യമായി മാതൃഭൂമിയുടെ പ്രിയപ്പെട്ടവർക്കും എല്ലാ സഹോദരങ്ങൾക്കും ഈദ് മുബാറക്ക്, ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ. ഇവിടെ സംസാരിച്ച സഹോദരിയുടെ വാക്കുകൾ എന്റെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വേദന ഉണ്ടാക്കും. തന്നെയുമല്ല, അവരാദ്യം പറഞ്ഞ ആരോപണം, ഞാനവരെ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നേരിടാനായിട്ട് ഈ ചർച്ചയ്ക്ക് തയ്യാറാകത്തേയില്ല. കാരണം നമ്മൾക്കൊക്കെ ഉള്ളിലൊരു മനസ്സും മനുഷ്യരുമുണ്ട്. അത് കേരളത്തിലെ മിക്കവാറും എല്ലാവർക്കും രാഷ്ട്രീയ ഭേദമെന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളൊക്കെ. ആ സഹോദരൻ പറഞ്ഞ 2 കാര്യങ്ങൾ ശരിയല്ല. ഒന്ന്, ഇവരെ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല, എന്തിനാ കിടക്കുന്നത് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതാ പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാക്കണം. ഇവര് സമരം തുടങ്ങി 3-ാം നാൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഈ വസ്തുതകളെല്ലാം അവരെ മനസ്സിലാക്കി അവരവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ വീണ ജോർജിനെതിരെ അവർ ഒരുപാട് ആരോപണങ്ങൾ ചെയ്തു. അതുകൊണ്ട് അതിനുള്ള ചർച്ചയിൽ ഞാൻ പ്രതിബദ്ധനായിരുന്നു. ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് ആ സമരത്തിന്റെ ഭാഗമായി CITU കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഇത് 2 വിഭാഗമായി മാറുന്നു. CITU തന്നെ ഈ ആശമാർക്കെതിരെ സംസാരിക്കുന്നു. ഇത് കേന്ദ്ര സർക്കാരാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ബദൽ സമരമടക്കം ഉണ്ടാകുന്നു. അതിന് പ്രത്യേക ഡ്രസ് കോഡ് വേണമെന്ന് നിർദ്ദേശിക്കുന്നു. ഈർക്കിൽ പാർട്ടി എന്ന് വിളിക്കുന്നു, പാട്ടകുലുക്കികൾ എന്ന് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നാനാ വഴികളിൽ നിന്നും അവർക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. അതിനെ തുടർന്നാണ് അവർ പ്രതീക്ഷയറ്റ് നിരാഹാര സമരത്തിലേക്ക് പോകുന്നു. പിന്നീട് ഇപ്പോൾ തലമുണ്ടലം ചെയ്തുള്ള സമരത്തിലേക്ക് പോകുന്നു. ഇനിയെങ്കിലും അവരെ കേൾക്കണ്ടേ? അല്ല, ഞാൻ പറഞ്ഞതൊന്നും പൂർത്തീകരിക്കട്ടെ. ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. ഒളിച്ചോടാൻ ഒരിക്കലും ഈ ചർച്ചയിൽ നിന്ന് തയ്യാറാകത്തില്ല. അതായത് രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. 3/4 മണിക്കൂറോളം ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഈ വിഷയം അവരോട് സംസാരിച്ചു. അപ്പോഴും ഇപ്പൊ ഈ സംസാരിച്ച സഹോദരികൾ നിരപരാധികളായി. ഇവരുടെ നേതൃത്വം എന്ന് പറയുന്ന ഒരു പ്രജൂഡീസ് ആയിട്ടാണ് ആ ചർച്ചയിൽ പിന്നെ അവര് അങ്ങനെ ഒരു സമീപനായിരുന്നു. അവർ ഇറങ്ങിപ്പോകുന്നു. വീണ്ടും ഇത് മുമ്പോട്ട് പോകുന്നു. എനിക്ക് ആ പ്രിയപ്പെട്ട സഹോദരിയോട് പറയാനുള്ളത്, അവരോടുള്ള എല്ലാ ബഹുമതിയും സ്വന്തം സഹോദരിയെ പോലെ കണ്ടു പറയാനുള്ള ഒരു വാക്കുണ്ട്. നിങ്ങളുടെ ഈ സമരബൂത്ത് 3 തവണ വന്ന് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട്, അതായത് 24 മണിക്കൂറിനുള്ളിൽ 3 തവണ വന്ന് നിങ്ങളുടെ സമരപന്തൽ സന്ദർശിച്ചിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് മടങ്ങിയ ഒരു കേന്ദ്ര മന്ത്രി സഹമന്ത്രി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് സുരേഷ് ഗോപി. അദ്ദേഹം എന്തിനാണ് ഇവരെ കൈയൊഴിഞ്ഞത്? അവരെ നിർദ്ദയം കൈയൊഴിഞ്ഞില്ല. അദ്ദേഹം 2ാമത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കാണ് ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്ഭുതമായിട്ട് തോന്നിയില്ലെങ്കിൽ ജനങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, കേരള സർക്കാർ ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ആദ്യം കേന്ദ്രമന്ത്രിയെ കണ്ടിട്ട് പറഞ്ഞു കേന്ദ്ര സർക്കാർ അത് കഴിഞ്ഞ ആ സമരപന്തലിലെത്തിയ കേന്ദ്രമന്ത്രിയോട് ആശാവർക്കർമാർ പറഞ്ഞു
ഇവിടേക്ക് ഇനി ഉത്തരവുമായി വന്നാൽ മതി എന്ന് അവർ തന്നെ പറഞ്ഞ് അവർക്ക് അതിനുള്ള ബോധ്യമൊക്കെ ഉണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോ അങ്ങ് പറയുന്നു അവരുടെ നേതൃത്വം അതിൽ മോശം സമീപനമാണ് സ്വീകരിച്ചതെന്ന്. ലോകത്തെല്ലാ കാലത്തും അധികാരവർഗം സമരക്കാരെ പിരിക്കാനും അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് അവരെ തടയാനും ഒക്കെ ചെയ്യുന്നത് സമരക്കാർക്കുള്ളിൽ രണ്ടു തരത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതൊക്കെ ഈ കാലത്തിലും പയറ്റുന്നത് മോശമല്ലേ? ഈ 50 ദിവസം അവരോടൊപ്പം നിന്ന, സകല ചർച്ചകൾക്കും ശ്രമിച്ച, അവരോടൊപ്പം നിൽക്കുന്ന, അവിടെ ഊണുറക്കം ഉപേക്ഷിച്ച് നിൽക്കുന്ന ആളുകളെ അവർക്കെതിരായി തിരിക്കുക എന്നുള്ളതാണോ നിങ്ങൾ അവസാനം പയറ്റാൻ പോകുന്ന ആയുധം? മാധു അങ്ങനെയൊക്കെ വർദ്ധിച്ചാൽ എന്റെ വാക്കുകളിലോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വാക്കുകളിലോ സർക്കാരിന്റെ സമീപനത്തിലോ അങ്ങനെ ഒരു പ്രതീതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. കാരണം ഈ രാജ്യത്തെ തൊഴിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന, തൊഴിലാളികൾക്കുള്ള ആനുകൂല്യം കൊടുത്ത, നെഞ്ചുറപ്പോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്ത പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതൊക്കെ തടഞ്ഞുകൊണ്ട് അതല്ല ആ പ്രത്യയശാസ്ത്രം ഈർക്കിൽ പാർട്ടികളെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ശ്രീ റെജി ലൂക്കോസ്? നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ ഈർക്കിൽ പാർട്ടികൾ എന്നൊന്നുണ്ടോ? 4 പേര് ചേർന്നാൽ, ഒരാൾ നിന്നാൽ, നെഞ്ചുറപ്പോടെ ഒരൊറ്റ തൊഴിലാളി എഴുന്നേറ്റ് നിന്ന് ഏത് അധികാരവർഗത്തിനെതിരെയും ചൂണ്ടുവിരൽ ഉയർത്തിയാൽ അവിടെ വിപ്ലവം ഉണ്ടാകും എന്നൊക്കെയല്ലേ നമ്മൾ സാധാരണ പ്രസംഗിക്കാറ്. അപ്പൊ ഈർക്കിൽ പാർട്ടി എന്നത് ഈ പാർട്ടി പ്രത്യയശാസ്ത്ര പ്രകാരം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകളൊക്കെ എന്തിനാണ് പ്രത്യാരോപണമായിട്ട് മാധു ഉന്നയിക്കുന്നത്? നേതാക്കളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അല്ല, അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന വസ്തുതകൾ എന്താണെന്നുള്ളത് നെല്ലും പതിരും തിരിച്ച് കേരളത്തിലെ ജനങ്ങൾ കേൾക്കുന്നതാണ്. അതായത് ഇന്ത്യയിൽ 7 സംസ്ഥാനത്ത് കഴിഞ്ഞ മാസങ്ങളായിട്ട് ഈ ആശാമാർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കൂട്ടണമെന്നും മുഖ്യമായിട്ടുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞ ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സംയുക്ത സേവകർ മാത്രമാണ് അത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് CITU ആണ്. ഇനി രണ്ടാമത്, ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ CITUവിന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അവരുടെ ആവശ്യം? അവരുടെ ആവശ്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സർക്കാരിന് ഓണറേറിയം കൂട്ടണം, അതിലുപരിയായിട്ട് ഇവരെ തൊഴിലാളികളായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്ന ഇൻസെന്റീവ് കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, ഞാനിവരെ ആരോപണ പ്രത്യാരോപണങ്ങളോട് നേരിടാൻ ഈ ചർച്ചയെ തയ്യാറാകുന്നത് നല്ല ദിവസമാണ്. എല്ലാ ദിവസവും നല്ലത് തന്നെ എന്നെ സംബന്ധിച്ചോളം. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചോളം ഇവര് വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കി ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സമരപന്തലിൽ കൊണ്ട് ഇരുത്തി അവരെയാണ് ഇവർ വസ്തുതയിൽ വൈകിയാണെന്ന് തിരിച്ചറിയേണ്ടത്. ഇന്നിപ്പോ അവിടെ ആ സമരത്തിന് തൊട്ടടുത്ത് 2-3 BJPക്കാർ തല മുടി വെട്ടുന്ന സീൻ കണ്ട്, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ പരിഹാസ്യമായ ഒരു ഇതല്ലേ. അവര് തന്നെ പിന്നാമ്പുറത്ത് സപ്പോർട്ട് ചെയ്ത് അവരുടെ മന്ത്രി തന്നെ വഞ്ചിച്ച സമരത്തിന് അവര് തന്നെ വന്ന് മുടി മുറിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഇത് കേരളത്തിലെ ജനങ്ങൾ വിവരമുള്ളവരല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ടാകുന്നതാണ് ആശ്വാസകരമായി നിൽക്കുന്നത്. ഇത് പറഞ്ഞ അല്ലല്ല അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് പോകാൻ കഴിയില്ല. അവിടെ BJPക്കാർ വന്നിട്ടുണ്ട്, അവിടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ വന്നിട്ടുണ്ട്, അവിടെ കോൺഗ്രസ് നേതാക്കൾ വന്നിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് വീണ നായർ അവിടെ വന്ന് മുടി മുറിച്ച പ്രതിഷേധത്തിൽ ഭാഗമായിട്ടുണ്ട്. ഇതിനു മുൻപ് തന്നെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ അവിടെ വന്നിട്ടുണ്ട്, ആ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. BJPയുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ ഞാൻ മരിക്കുവോളം വേണമെങ്കിൽ നിരാഹാരം കിടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരിക്കുന്നത് ഇടത് സർക്കാരല്ലേ? മറ്റെല്ലാ പാർട്ടികളും ഒരു ജനകീയ പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവിടെ ഒരു ജനകീയ സമരം നടക്കുകയാണെങ്കിൽ നിങ്ങളും ആ ഭാഗത്ത് തന്നെ നിൽക്കും, ആ സമരങ്ങളുടെ ഭാഗമാകും, അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും ജനാധിപത്യവും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ സ്വാഭാവികമാണ്. അവിടെ ആരെങ്കിലും വന്നാൽ ഉടനെ അവർക്ക് ആ ചാപ്പ അടിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ചിലവാകാത്ത തന്ത്രമാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീമതി പത്മജം, ഈ അവിടേക്ക് രാഷ്ട്രീയ താല്പര്യത്തോടെ ആളുകൾ എത്തുന്നു, അവർ നിങ്ങളുടെ സമരത്തിന്റെ ഭാഗമാകുന്നു, നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ സമരത്തിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. ആദ്യം മുതലുള്ള ആരോപണമാണ്. ഈ 50ാം ദിവസവും അതൊക്കെ തുടരുകയാണ്. നിങ്ങൾ എങ്ങനെ ഈ ആരോപണങ്ങളെ നേരിടും? മാഡം, ഞങ്ങൾ ആരാ തെറ്റിദ്ധരിച്ചു കൊണ്ടുവരുന്നത്? ഞങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു കൊണ്ടുവരുന്നത് ഞങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞാൽ 232 രൂപ ഞങ്ങൾക്ക് പറ്റില്ല ചെയ്യാൻ. ഞങ്ങൾ കഴുത്തിന് മുകളിൽ എടുക്കാൻ വയ്യാത്ത അത്രമാത്രം ഭാരമുള്ള ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ആരും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ പിന്താങ്ങുന്നു, ഞങ്ങൾ ഒറ്റയ്ക്ക് പിന്താങ്ങി വരുന്നു, ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. അതുപോലെ ഇപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ച് കൂലിക്ക് കൊണ്ട്. സാറേ, അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീകളെ അങ്ങനെ പറയരുത്. ഞങ്ങൾ അങ്ങനെ അടിച്ച് കൂട്ടി കൊണ്ടുവന്ന കൂട്ടങ്ങളല്ല ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നവരല്ല. ഞങ്ങൾ അധ്വാനിച്ച് മഴയത്തും. ഇതാണ് നിങ്ങളുടെ സമരത്തിന്റെ ലക്ഷ്യമല്ലേ? ഞാൻ നിങ്ങളെ സാറിനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, സാറിനെ കുറ്റപ്പെടുത്തില്ല. സാറിപ്പോ പറഞ്ഞ എന്തോന്ന് വെച്ചാൽ ഞങ്ങൾ ആട്ടിത്തെളിച്ചു കൊണ്ടുവന്ന
ഞങ്ങൾ ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നു. ആരാ ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നത്? ഞങ്ങൾ ആരും ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നത്? ഞങ്ങൾ ആരും ആട്ടിത്തെളിച്ചു ആര് വന്നാലും ഞങ്ങൾക്ക് പിന്താങ്ങായിട്ട് ആര് സാറിപ്പോ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കേണ്ടതില്ല. ശ്രീ റെജി ലൂക്കോസ്, ശ്രീമതി പത്മജ ആ സമരപന്തലിലാണ് ഇരിക്കുന്നത്. അവർക്ക് ഒരുപക്ഷെ കേൾക്കുന്നതിന് ചെറിയ പരിമിതികൾ ഉണ്ടായിരിക്കാം. അതൊന്ന് മാനുഷികമായി പരിഗണിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങ് പറയുന്ന വാക്കുകൾ മാത്രമല്ല അവർ ഉപയോഗിക്കുന്നത്. അവർ ഈ കഴിഞ്ഞ 50 ദിവസത്തിനിടയിൽ കേൾക്കേണ്ടി വന്ന പല ആരോപണങ്ങൾ കൂടിയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഈർക്കിൽ പാർട്ടി എന്ന് പറഞ്ഞത് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞിട്ടല്ല, ചില നേതാക്കൾ പറഞ്ഞ വാക്കെടുത്തിട്ട് പറയുന്നതാണ്. അതേപോലെയാണ് അവരും ഉപയോഗിക്കുന്നത്. അല്ല, അതിനൊന്നും നമുക്ക് പരാതിയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതാ പറഞ്ഞേ, ഇവരെ ആട്ടിത്തെളിച്ചുകൊണ്ട് വന്നതോ ഇവർ ഈർക്കിൽ സംഘടനയാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ 1-2 തൊഴിലാളികളാണെങ്കിൽ, ലക്ഷക്കണക്കിന് തൊഴിലാളികളാണെങ്കിൽ തൊഴിലാളി സംഘടനകളെല്ലാം ഒരുപോലെ തൊഴിലാളികളെ കാണത്തുള്ളൂ. കാരണം 1947 മുതലുള്ള അങ്ങനെയല്ലല്ലോ കണ്ടത്. ഇവിടെ ഇവിടുത്തെ സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ എണ്ണം പറഞ്ഞിട്ട് 480 പേർ മാത്രമാണ് അവിടെ സമരത്തിന് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ അവരുടെ ഒരു സംഘടനാ ബോധത്തെ, അവരുടെ സംഘടനാ ശേഷിയെ നിരന്തരം ചോദ്യം ചെയ്തില്ലേ ഇവിടുത്തെ നേതാക്കൾ, മന്ത്രിമാരടക്കമുള്ളവർ? ഇല്ലേ? അതിനൊരു കാരണമുണ്ട്. അതുകൊണ്ട് കേൾക്കാനുള്ള സന്മനസ് വരും. അതിനൊരു കാരണമുണ്ട്. ഈ സമരം കേന്ദ്ര സർക്കാരാണ് ശമ്പളം വർദ്ധിപ്പിച്ചു തരേണ്ടതെന്നും 232 എന്ന് പറയുന്നത് വെറും തുച്ഛമായ എമൗണ്ട്. ശരിക്കും പറയണമെങ്കിൽ ഞങ്ങളുടെ കോട്ടയം ഭാഷ പറയുന്നത് നക്കാപ്പിച്ച തുകയേ ഉള്ളൂ. അത് നമുക്കറിയാം. ഈ പാവങ്ങളുടെ ജോലി എന്നാണെന്ന് നേരിട്ട് കാണുന്ന ഒരാളാകാൻ ഞങ്ങളെപ്പോലുള്ളവര്. പക്ഷെ അത് ആരാണ് ഉത്തരവാദി? ഇവർക്ക് പിന്നാമ്പുറത്തോടെ കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ അല്ലേ എന്നുള്ള ആ ചോദ്യത്തിന് അവർ മറുപടി പറയുന്നില്ല. അവരെന്തുകൊണ്ട് അത് ഉയർത്താതെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന ഈ സംസ്ഥാനമാണ് 1000 രൂപയിൽ നിന്നും 7000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുക? ഇതാ ഞങ്ങളിതേ പറയുന്നുള്ളൂ. ഇതാ ഇതിന്റെ വസ്തുത. അത് തിരിച്ചറിഞ്ഞ 22,200 തൊഴിലാളികളിൽ, അല്ലെ 27,200 തൊഴിലാളികളിൽ ഈ 10,400 തൊഴിലാളികളുടെ ബാക്കി എല്ലാവരും ആ സമര രംഗത്ത് വരാത്തൊരു കാരണം കൊണ്ടാ. അവർക്ക് പ്രശ്നം അറിയാം. അവരെ പിന്തുണയ്ക്കുന്ന INTUC-യും AITUC-യും CIT-യും ഈ അവഗണനയ്ക്കെതിരെ ദേശീയ ഭാവിയായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് INTUC കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ആദ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച BMS പറഞ്ഞത്? കാരണം ഈ സമരത്തിന്റെ അർത്ഥശൂന്യത ഞാൻ പറഞ്ഞത് ഇനി അതൊക്കെ പിടിക്കരുത്. കേന്ദ്ര സർക്കാരിനെതിരെ അവരോട് ഉന്നയിക്കാതെ കണ്ട് ഇതിന്റെ ആശാവർക്കർമാരുടെ CIT-ന് കീഴിലുള്ള സംഘടന ഇപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ സമരം തുടരുന്നുണ്ടോ? ഞാൻ കേട്ടില്ല. ആശാവർക്കർമാരുടെ CIT-ന് കീഴിലുള്ള സംഘടന കേന്ദ്ര സർക്കാരിനെതിരെ ഈ സമരം ഇപ്പോഴും തുടരുന്നുണ്ടോ? 100%. ഞാൻ ആ സംസ്ഥാനങ്ങളുടെ പേര് പറയാം. ഹരിയാനയിൽ, അതുപോലെ തന്നെ ഗുജറാത്തിൽ 2300 രൂപ എടുക്കുന്ന ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ. ഇനി വേറെ പറയാം. ഞാൻ ഇവിടുത്തെ കാര്യമാണ് ചോദിച്ചത്. ഇവിടുത്തെ ആശാവർക്കർമാർ അർത്ഥശൂന്യമായ ഒരു സമരം ഇപ്പോഴും തുടരുന്നു. CITU അതുമായി ബന്ധപ്പെട്ട് ബദൽ സമരം അടക്കം നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു? വലിയ സംഘടനാ ശേഷിയുള്ള കേന്ദ്ര സർക്കാരാണ് ഇത് നൽകേണ്ടത് എന്ന നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള CITUവും ഈ ആശാവർക്കർമാരുടെ ഇപ്പോൾ സമരം ചെയ്യുന്ന സംഘാംഗങ്ങളും എല്ലാം യോജിച്ചായിരുന്നല്ലോ ഈ സമരം തുടങ്ങിയത്. ഈ CITUവിന്റെ നേതാക്കൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയും ഈ അതേ മന്ത്രിമാരും പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തല്ലോ. അന്ന് ഈ വലിയ രാഷ്ട്രീയ ബോധ്യമുള്ള ഈർക്കിൽ പാർട്ടി അല്ലാത്ത CITUക്കാർക്ക് ഇത് സംസ്ഥാന സർക്കാർ അല്ല കൊടുക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നോ? എന്നിട്ട് ഇവരിവിടെ സമരം നടത്തുന്ന ദിവസം CITU ബദൽ സമരം നടത്തിയല്ലോ. നിങ്ങളുടെ വലിയ സന്നാഹ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആളെ കൂട്ടി ഡ്രസ് കോഡൊക്കെ വെച്ച് സമരം നടത്തിയല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? സമരം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തി. അതെല്ലാം കൈക്കലാക്കി, എല്ലാ ആനുകൂല്യങ്ങളും സ്വന്തമാക്കി സമരം വിജയിപ്പിച്ചോ? ഇല്ലല്ലോ. ഇവരോട് ശക്തി കാണിക്കാൻ, ശക്തി പ്രകടിപ്പിക്കാൻ സമരം നടത്തിയിട്ട് അവനവന്റെ കാര്യം നോക്കി പോയില്ലേ? ഈ സ്ത്രീകൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. മാധു, ഞാനത് പറയട്ടെ. മാധു, ഒരു മിനിറ്റ് തരൂ. മാധുവിന്റെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി 3 ദിവസം മുമ്പ് പുറത്തോട്ട് വാർത്ത ഉണ്ടെന്നറിയാം. ഗുജറാത്തിൽ സമരം ചെയ്യുന്ന 2000-ഓളം ആരോഗ്യ പ്രവർത്തകരെ ഗുജറാത്ത് സർക്കാർ പിരിച്ചുവിട്ടു. കേരള സർക്കാർ അങ്ങനെ വല്ലതും ചെയ്തോ? കേവലം ഈ ചെറിയ എമൗണ്ടിൽ നിന്ന് വർദ്ധിപ്പിക്കുന്ന നമ്മൾ സമരം ചെയ്തവരെ. ഇപ്പൊ നേരത്തെ എന്നോട് ചോദിച്ചില്ല CIT സമരം ചെയ്യുന്നുണ്ടെന്ന്. CIT ഉത്തർപ്രദേശ് വരെ സമരം ചെയ്യുന്നുണ്ട്. അവിടെ SUC ഇല്ല സമരം ചെയ്യാനായിട്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. തമിഴ്നാട്ടിൽ സമരം ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ ജന്തർ മന്ദിൽ 14 തവണ ധർണ നടത്തി. ഇടതുപക്ഷത്തിന് 2 MP-മാർ ലോക്സഭയിൽ, രാജ്യസഭ ഈ വിഷയം നിരവധി തവണ ഉയർത്തി. ഇവർക്ക് ഉത്തർപ്രദേശിലൊക്കെ വലിയ സമരാവേശമാണെന്നേ. പക്ഷെ ഇവിടെ നമ്മുടെ പാർട്ടിയായി പോയല്ലേ ഭരിക്കുന്നത്?
അല്ല, ഇവിടുത്തെ പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് തീരുമാനത്തിന് ഇവർക്ക് വിട്ടുകൊടുക്കേണ്ട 120 കോടി രൂപ പിടിച്ചു വെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് എങ്ങനെയാണ് കേരള സർക്കാരിനെ പഴിച്ചുകൊണ്ട് ഇവർക്ക് സമരം ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു ചോദ്യം. എന്തിനാണ് ആദ്യം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരവുമായി എത്തിയത്? അവർക്കറിയില്ലായിരുന്നോ? രാജ്ഭവന് മുന്നിലാണോ CITU ആദ്യം സമരം കൊണ്ടുവന്നത്? അല്ല, CITUവിനെ സംബന്ധിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഉത്തരേന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ സമരം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന CITU അല്ലേ? ഇവർ ആദ്യം ഉയർത്തുന്ന മുദ്രാവാക്യം എന്താ? അതെന്താ പറഞ്ഞു? ഫസ്റ്റ് ഡേ ഇവര് ഉയർത്തിയ മുദ്രാവാക്യം എന്തിയാ? ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുക. അതിനൊപ്പമാണ് CITU. പക്ഷെ അത് വർദ്ധിപ്പിക്കേണ്ട കേന്ദ്ര സർക്കാരാണ്. CITU ആ മുദ്രാവാക്യമല്ല ഉയർത്തുന്നതെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല ശ്രീ റെജി ലൂക്കോസ്. ഈ സ്വതന്ത്ര ആശാ വർക്കർമാരും CITUവും ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും ആവശ്യങ്ങളും എല്ലാം കൃത്യമാണ്. CITU ആ സമരം രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 21,000 അല്ല 26,000 രൂപ ആവശ്യപ്പെട്ടാണ് CITU അതേ സമരം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ സർക്കാരിനെതിരെയായിപ്പോയി, ഇവിടെ നമ്മുടെ സർക്കാരിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലായിപ്പോയി എന്നുള്ളതാണ് ആ പ്രശ്നം. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീമതി പത്മജം, ഇപ്പോ നിങ്ങൾ 50 ദിവസം പിന്നിടുന്നു, നിങ്ങൾ വലിയ തീവ്രമായ സമരവുമായി മുന്നോട്ട് പോകുന്നു, വളരെ പോരാട്ട വീര്യത്തോടെ മുന്നോട്ട് പോകുന്നു, മുടിമുറിച്ച് സമരം ചെയ്യുന്നു, തലമുണ്ടനം ചെയ്ത് സമരം ചെയ്യുന്നു, അതേ രൂപത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു, പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, കരയുന്നു. ഇതൊക്കെ ശരി. പക്ഷേ 50 ദിവസം കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര ദിവസം ഈ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അതെവിടെ നിന്നാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുന്നത്? ഞങ്ങളുടെ മനസ്സിനകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾക്ക് ആത്മധൈര്യം കിട്ടുന്നത്. ഞങ്ങൾ അത്രയ്ക്ക് വെയിൽ കൊണ്ട് കയറി ഇറങ്ങി നടന്ന്, ഓരോ വീട്ടിലും കയറി ഇറങ്ങി നടന്ന് അധ്വാനിച്ച് കഷ്ടപ്പാട്ടിൽ കൂടെ വന്ന ഞങ്ങളുടെ നെഞ്ചിനകത്തിന്ന്, കരളിനകത്തിന്ന് ഞങ്ങൾക്ക് ഈ ധൈര്യം വരുന്നത്. ഞങ്ങൾക്ക് എന്തോ ഒരു ശക്തി, ഞങ്ങൾക്കൊന്ന് ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ്. ഞങ്ങൾ കള്ളത്തിൽ വന്നിരുന്നതല്ല. മാഡം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവരെ കഴിഞ്ഞ പ്രാവശ്യം ഈ മാസം തന്നെ അവിടെ CITUക്കാർ കൊണ്ടുവന്ന് യഥാർത്ഥ ആശമാരാണെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് ഇരുത്തി സമരം ചെയ്തു. അതിൽ എത്ര യഥാർത്ഥ PKCയിൽ വരെ ഉള്ളവരാണ് അവിടെ സമരത്തിന് വന്നത്? എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള PKCയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് അവിടെ CITUവിൻ്റെ കൂടെ സമരത്തിന് വന്നത്. എന്തോന്നിനാ യഥാർത്ഥ ആശമാരെ കൊണ്ടുവന്ന് സമരം ചെയ്യാത്തെന്താ? കുടുംബശ്രീക്കാർ, അംഗൻവാടി ടീച്ചർമാർ, കൂടുതലും അംഗൻവാടി ടീച്ചർമാരും PKC എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവരെ വരെ കൊണ്ടുവന്ന് നിർത്തി അവർ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്തത്. അവിടെ CITUക്കാർ കൊണ്ടുവന്ന്. ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട മാഡം. ഞങ്ങൾ യഥാർത്ഥ ആശമാരാണ്. ഞങ്ങൾ യഥാർത്ഥ ID കാർഡും അവർക്ക് നോക്കാമല്ലോ ഞങ്ങൾ ആശമാരാണോ ഇല്ലേ. ഞങ്ങൾക്ക് ID കാർഡുണ്ട്, ഐഡൻറ്റിറ്റി കാർഡുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഞങ്ങൾ ആശാ വർക്കറല്ല, ഞങ്ങളെ ആട്ടിത്തെളിയിച്ച് കൊണ്ടുവന്നു? എവിടെ നിന്നാണ് ആട്ടിത്തെളിയിച്ച് കൊണ്ടുവന്നത്? ഞങ്ങൾ എവിടെ നിന്നാണ് ആട്ടിത്തെളിയിച്ച് കൊണ്ടുവന്നത്? അത് അവർ തെളിയിക്കണം. ആരാ ആട്ടിത്തെളിയിച്ച് കൊണ്ടുവന്നത്? ഞങ്ങൾ അധ്വാനിച്ച കൂലിയാണ്. ഞങ്ങൾക്ക് 232 രൂപ ഞങ്ങൾക്ക് തികയില്ല, ഈ ആശമാർക്ക് തികയില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഇടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകണമെങ്കിൽ 200 രൂപ വേണം. 150 രൂപ അങ്ങോട്ട് തിരിച്ച് നമ്മളൊരു 10, 40, 30 വീട് എഴുതി ഇങ്ങോട്ട് വരുമ്പോൾ നോക്കി ഇറങ്ങിക്കയറി അതിൻ്റെ വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒഴിഞ്ഞു വരുന്ന ആട്ടയ്ക്കാണെങ്കിൽ 60 രൂപ കൊടുക്കണം എൻ്റെ വീട്ടിൽ വന്ന് ഇറങ്ങണമെങ്കിൽ. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാനാ പറയുന്നത്, എനിക്ക് ഒരു ദിവസം 200 രൂപ ഓട്ടയ്ക്ക് വേണം ഞാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം. അതും ദിവസവും പോകണം. അല്ലാതെ ഞായറാഴ്ച വരെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. വീട്ടിൽ പോലും ഒരു ദിവസം ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു ദിവസം ഞങ്ങൾ വീട്ടിലിരുന്ന് ഞങ്ങൾ അത്രയ്ക്ക് ഞങ്ങൾ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് മാഡം. ഞങ്ങൾക്ക് ആ ധൈര്യമാണ്, ആ വെയിൽ കൊണ്ടും മഴയത്ത് ഇരുന്ന് കിട്ടുന്ന ധൈര്യമാണ് ഞങ്ങൾ ഈ മുന്നോട്ട് നീങ്ങുന്നത്. ഇത് കിട്ടി ഞങ്ങളുടെ അവകാശം ഞങ്ങൾ നേടും. ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല. ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ മാന്യമായ രീതിയിൽ ഞങ്ങൾ അടിക്കോ ബഹളത്തിനോ വിപ്ലവത്തിനോ ഒന്നും പോകുന്നില്ല മാഡം. 201 രൂപ ഓണറേറിയുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പ്രായമായി. ഇനി എനിക്കിപ്പോൾ 60 വയസ്സാകാൻ പോകുന്നു. ഇനി എൻ്റെ മക്കളെ മുമ്പ് ചെന്ന് എനിക്ക് കൈ നീട്ടാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ 25 വയസ്സിൽ ഞാൻ ഇറങ്ങി 93 ഇറങ്ങിയതാണ്. ഞാൻ ആശാ വർക്കറായിട്ട് വർക്ക് ചെയ്ത് ഇന്ന് എൻ്റെ രക്തങ്ങളെല്ലാം ഊറ്റിപ്പറക്കി ഞാൻ എൻ്റെ ഈ ജോലിക്ക് വേണ്ടി കളഞ്ഞു. ഇനി എനിക്ക് വയസ്സായി, എനിക്ക് BP ഉണ്ട്, ഷുഗറുണ്ട്. ഇനി എനിക്ക് മരുന്നിന് വേണ്ടി എൻ്റെ മക്കൾ കുടുംബമായി. ഇനി എൻ്റെ മക്കളെ മരുമക്കളെ ഇടയിൽ പോകാൻ പറ്റൂല. ഞാൻ അധ്വാനിച്ചത് ഇനി നാളെ ഒരു സമയം അവർ ചോദിക്കും, നിങ്ങൾ ഇത്രയും കാലം ജോലി ചെയ്ത് നിങ്ങൾക്ക് എന്ത് നിങ്ങൾ നേടി? നിങ്ങളുടെ നല്ല പ്രായത്തിൽ നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് എന്തോന്ന് നിങ്ങൾ നേടി? ഞാൻ ഒരു 18 വയസ്സിൽ വോട്ടിടാൻ തുടങ്ങിയ കാലം മുതൽ ഞാനൊരു പക്ക കറയറ്റ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളാണ് ഞാൻ.
ഞാൻ ആ കാലം മുതൽ ഇന്ന് വരെയും ഇനിയും വന്ന ഞാൻ എൻ്റെ പാർട്ടിയെ ഞാൻ ഒറ്റ കൊടുക്കണ വേറെ ഒന്നിനുമല്ല പറയുന്നത്. ഞാൻ ഒറ്റ കൊടുത്തൊന്നോ ഞാൻ എൻ്റെ പാർട്ടിക്ക് വിപരീതമായിട്ടോ ഒന്നുമല്ല മേഡം. ഞങ്ങളുടെ കയ്യിൽ ഒരു കൊടിയുണ്ടോ മേഡം? ഒരു കൊടിയില്ല. ഞങ്ങൾ ഈ ഇരിക്കുന്നവർ പലരും പല പാർട്ടിക്കാരാണ്. ഞങ്ങൾ ഇതിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ഉള്ളത്, ആശാ വർക്കർമാർ. ഞങ്ങളെ വോട്ട് പിടിക്കാനും വോട്ട് വാങ്ങിക്കൊടുക്കാനും അല്ലേ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഞങ്ങളുടെ ഈ കിടക്കണ ഞങ്ങളുടെ ആശാമാരുടെ മന്ത്രിയാണ്. ഈ ആശമാരുടെ മന്ത്രി എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഈ ജോലി അത്രയും ഞങ്ങൾ ചെയ്തു. കേന്ദ്രത്തിൽ പോയി ഇവിടുന്ന് ഞങ്ങളുടെ ആനുകൂല്യം ചോദിക്കുമ്പോൾ കേന്ദ്രത്തിൽ പോയി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ട് കളിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മേഡം, പിന്നെ ഞങ്ങൾ ഇത്രയും കൊണ്ടുവന്ന് ഇവിടെ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ ചെന്ന് ഇവർ കൊണ്ടുവന്നാൽ പറഞ്ഞല്ല അവർ മാലാഖമാരാണ്, അവർ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടുവന്നതാണ്. അവർ എപ്പോഴും മുൻപന്തിയിൽ, കേരളം മുൻപന്തിയിൽ, ആരോഗ്യ വകുപ്പിൻ്റെ ഇതിൽ മുൻപന്തിയിലാണെന്ന് പറഞ്ഞു. ആരെ കൊണ്ട് ജോലി ചെയ്തതാണ്? ഞങ്ങൾ ഈ മാലാഖമാരെ മഴയത്തും വെയിലത്തും ഇരുത്തി ഇപ്പോൾ തലവരെ ഞങ്ങളെ മുണ്ടനം ചെയ്യിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയോ മേഡം? ഞങ്ങളിനി സ്നേഹിച്ചിട്ട് അവരെ ബഹുമാനിച്ചിട്ട് എന്താ വേണം ഇത്? ഞങ്ങളെന്താ ഞങ്ങൾക്ക് ഇവരിനി ഞങ്ങൾക്ക് തരാനുള്ളത്? ഞങ്ങൾക്ക് എന്താ ഇനി തരാനുള്ളത്? പേര് ഇനി കേൾക്കാൻ പാടില്ലാത്ത പേര് ദോഷം അത്രയും കേട്ടു. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വന്ന് ഞങ്ങൾ ഈ മഴയത്ത് വിറച്ച് നിന്നത് നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഒരു കൊടയും ഒരു കോട്ടും തന്നു. അതിന് പറഞ്ഞ ഭാഷകൾ മേഡത്തിന് അറിയാമല്ലോ. എന്തിനാ ഞങ്ങൾ CH-കാരാണ്, ഞങ്ങളും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ആക്ഷേപിക്കുന്നത്? എന്തിനാ ആക്ഷേപിക്കുന്നത്? അതിനവർ മറുപടി പറയട്ടെ. എന്തിനാ ആക്ഷേപിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങൾ ഇവർക്ക് കുറ്റം ചെയ്തു? ഞങ്ങൾ എന്തോന്ന് ചെയ്തു? ഞങ്ങൾക്ക് 232 രൂപ ഞങ്ങൾക്ക് തികയില്ല മേഡം. തികയാത്തതുകൊണ്ട് അവകാശം ഞാൻ വേറെ ജോലി ചെയ്ത കൂലിയാണ് ചോദിച്ച് വന്നത്, അല്ലാതെ ഞങ്ങൾ ആരും ആട്ടിത്തെളിച്ച് കൊണ്ടുവന്നതല്ല മേഡം. ഞങ്ങൾക്ക് ആരും ഇല്ലയെന്നുണ്ടപ്പോൾ അവർ പിന്താങ്ങി, ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇതിനെന്തിനാ കുറ്റം പറയുന്നത്? ഇങ്ങനെ ഈ കുറ്റം പറഞ്ഞ് എന്തിനാ ഒഴിയുന്നത്? എന്തിനാ ഒഴിയുന്നത്? നമ്മളെ ബഹുമാനപ്പെട്ട CPM-കാർ എന്തിനാ ഒഴിയുന്നത്? നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഞങ്ങളെ ഈ സ്ഥാനത്ത് ഞങ്ങളെ നായനാർ സഖാവായിരുന്നെങ്കിൽ ലാൽ സലാം സഖാവേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓനൊക്കെ എന്തിനാ വന്ന് എന്ന് കേട്ടിട്ട് ഞങ്ങളെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വിടുമായിരുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? ഞങ്ങൾ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവരായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുമായിരുന്നു. ഞങ്ങളെ ഈ സെക്രട്ടറിൻ്റെ പടിയിലിരിക്കാൻ നമുക്ക് വേണ്ടത് ചെയ്യാം. അതാണ് മേഡം ബലം. അതാണ് ഒരു ആശാ വർക്കറിന് കിട്ടേണ്ട അവകാശം. അതാണ് കിട്ടേണ്ടത്. ഇത് ഇത്രയും ദിവസമായി, 50 ദിവസമായി. ഇതുവരെ എന്താ കിട്ടിയത് ഞങ്ങൾക്ക് ആട്ടും തുപ്പും. എന്തിനായി അവർ ആട്ടും തുപ്പണേ? ഞങ്ങൾ വെറും താഴെ തട്ടിലെ ജീവനക്കാരല്ലേ? ഏറ്റവും അവർ പറയുന്ന ജോലിയെല്ലാം ഞങ്ങൾ പട്ടി ചത്ത് കിടക്കുന്നത് മാത്രം എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അത്രമാത്രം ജോലി ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇത്രയും ഞങ്ങളെ ചെയ്യിക്കുന്നു. പിന്നെ എന്തിനാ മേഡം ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തരാത്തത്? ഞങ്ങൾക്ക് തരാം. അവർ 2021 പറഞ്ഞല്ല, വേതനം അവർ ഭരണത്തിൽ വന്നാൽ അവർ 21,000 രൂപ മാറ്റിത്തരാം, 5 ലക്ഷം രൂപ നമുക്ക് തരാമെന്ന് പറഞ്ഞ് പിന്നെ എന്തിനാ? അല്ലെങ്കിൽ വന്ന് പറയണ്ടേ ഞങ്ങളെ ജനാവിൽ കാശില്ല, നമുക്ക് പിന്നെ എന്തെങ്കിലും ഈ ഇലക്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ എന്നെങ്കിലും പറയാമായിരുന്നല്ലോ. എന്തോ ഒന്നിനാ ഈ പാവങ്ങളെ എന്തിനാ മേഡം കണ്ണീര് കുടിപ്പിക്കുന്നത്? ഇത് അവർ ചിന്തിച്ചിട്ടുണ്ട് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? എന്തിനാ ഇനി ഇലക്ഷന് വന്ന് നിന്നാൽ ഞങ്ങളല്ലേ ഇറങ്ങേണ്ടത് മേഡം? ഞങ്ങളല്ലേ ഇറങ്ങേണ്ടത്? ഞങ്ങൾ ഇനി ഇറങ്ങുമോ? ഇനി ആരെങ്കിലും ഇറങ്ങുമോ ഇതിൽ? ഏതെങ്കിലും ഈ ആശാ വർക്കർമാരെന്ന് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ കണ്ടുകൊണ്ട് ആരെങ്കിലും ഇറങ്ങുമോ? ഞാൻ ഉള്ള തുറന്ന് പറയണം മേഡം. എൻ്റെ ഭാഗത്ത് ഒരു കേസ് എടുത്താലും എന്ത് പറഞ്ഞാൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുറ്റം പറയുന്നതല്ല. എന്തായിരുന്നാലും മേഡം, ഇനി ഞങ്ങൾ പാർട്ടി എന്നും പറഞ്ഞ് എന്ന് വെച്ചാൽ ഞാൻ അത്രമാത്രം എനിക്ക് മാറാൻ പറ്റില്ല. പാർട്ടിക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞാലും പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കൈ പോകുന്നത് ഞങ്ങൾ അരിവാൾ ചുറ്റികയിലാണ് പോകുന്നത്. പക്ഷേ മേഡം, ഇത് എൻ്റെ ജീവിത പ്രശ്നം, ജോലി, ഞങ്ങളുടെ വയറ്റിപ്പാടാണ് മേഡം. ഞങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ അടുത്ത് പറയാണ്, 2 കൈ കൊടുത്ത് പറയാണ്, ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. എന്തായാലും നല്ലതായാലും ചീത്തയായാലും എന്തായിരുന്നാലും ഞങ്ങൾ ഇന്ന് വരെ ഇവിടെ ഈ 50 ദിവസം കൊണ്ട് ഇരിക്കുന്നു മേഡം. എന്തെങ്കിലും ഞങ്ങൾ ആർക്കെങ്കിലും ഒരു ശല്യത്തിന് പോകുന്ന ഒരുത്തർക്കും ഒരു ശല്യത്തിന് പോകും. ഇതത്രയും ഞങ്ങളെ പറയും തോറും ഞങ്ങൾക്ക് ഒന്നിനൊന്നിന് ധൈര്യമല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് അതിനതിന് മുന്നോട്ട് നീങ്ങാനുള്ള ബലവും ശക്തിയാണ് അവർ തരുന്നത്. ഈ CH-കാരായിരുന്നാലും CPM-കാരായിരുന്നാലും ഞങ്ങൾക്ക് തരുന്നത് ബലമാണ്. ഞങ്ങളെ സമരം മുന്നോട്ട് നയിക്കാനുള്ള ബലമാണ് അവർ നമുക്ക് തരുന്നത്.
ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് മാഡം ഇന്ന് 232 രൂപ കൊണ്ട് ഏത് വീട് കഴിയും? മാഡം പറഞ്ഞു തരണം, ഏത് വീട് കഴിയും? ഒരു നേഴ്സറി പോണ കൊച്ചിന് ഒരു ജട്ടിയോ ഒരു നിക്കറോ വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? മാഡം പറഞ്ഞു തരണം. 4 കിലോ 6 കിലോ അരി കിട്ടിയാൽ, റേഷൻ അരി കിട്ടിയാൽ അത് എത്ര ദിവസം കഞ്ഞി വെക്കാൻ പറ്റും? ഇന്ന് 1 100 രൂപയുടെ മീൻ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള സാധനം ഇന്ന് മുളവിന് 160 രൂപ, 1 കിലോ മുളവിന് 60-80 രൂപ. അതുപോലെ മല്ലി, അതുപോലെ മഞ്ഞ, വീട്ടിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും വില കൂടിയിരിക്കുന്നു. ഒരു മീൻ ഇന്ന് 100 രൂപയിൽ കുറഞ്ഞ് മീനില്ല. 1 കിലോ കപ്പ ഇത് ഞാൻ നാടൻ ഭാഷയിൽ പറയും, മരിച്ചിനി വാങ്ങണമെങ്കിൽ 60 രൂപ. 1 കിലോ മരിച്ചിനിക്ക് 60 രൂപ. 100 രൂപയിൽ കുറഞ്ഞ് മീനില്ല, 60 രൂപ. അത് വാങ്ങിയ 1 കിലോ ചക്കയ്ക്ക് 100 രൂപ. നമ്മൾ 1 കിലോ ചക്ക വാങ്ങണമെങ്കിൽ 100 രൂപ കൊടുക്കണം. ഞങ്ങൾ ഈ 232 രൂപയ്ക്ക് ഞങ്ങളെ മക്കൾക്ക് ഒരു 50 രൂപ മരിച്ചിന് ചക്ക വാങ്ങിച്ച് വേഗിച്ചിട്ട് കൊടുക്കണമെങ്കിൽ 232 രൂപയിൽ എന്തോന്ന് വാങ്ങാൻ മേഡം? ഞങ്ങൾ എന്താ വാങ്ങേണ്ടത്? മാഡം പറഞ്ഞു തരണം. ഞങ്ങൾ എന്താ ഒരു ചെരുപ്പ് പൊട്ടിയായി ഇടാൻ നിവർത്തിയില്ല ഞങ്ങൾക്ക്. മാഡം പറഞ്ഞു തരണം. ആ മാഡം മാത്രമല്ല, ഈ ഭരിക്കണ ബഹുമാനപ്പെട്ട മന്ത്രിയും ഇപ്പോൾ മാഡത്തിനോട് സംസാരിക്കണ സാറും എല്ലാവരും പറഞ്ഞു തരണം. ഞങ്ങളെ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം? കയറി കിടക്കാതെ നാളെ മറ്റൊന്ന് ലേലത്തിൽ പോകും. എന്ത് ചെയ്യണം? മാഡം പറഞ്ഞു തരും. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ആർക്കും ഉണ്ടാവില്ല. അത് അവനവന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു ചെരുപ്പ് പൊട്ടിയാൽ അത് വാങ്ങിയിടാൻ ഈ പറയുന്ന നടക്കണമല്ലോ, അല്ലെ? അപ്പോ അങ്ങനെ വാങ്ങിയിടാനുള്ള ശേഷിയില്ല. 232 രൂപയ്ക്ക് എന്തു കിട്ടും എന്നൊരു ചോദ്യം. അവനവന്റെ വീട്ടിലെ ഉപ്പിന്റെയും മുളകിന്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ വില എന്താണെന്ന് നോക്കി എവിടെയാണ് 1 രൂപ കുറവ് എന്ന് അറിഞ്ഞ് അവിടെ ചെന്ന് ക്യൂ നിന്ന് വാങ്ങേണ്ടി വരുന്ന മനുഷ്യരുടെ ഗതി, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാനുള്ള സാധ്യതയുണ്ടാവില്ല. അവിടെ ഒന്ന് തൊട്ട് പറയുമ്പോൾ ഇത്ര പൊള്ളാനും ഇത്ര ഐക്യപ്പെടാനുമുള്ള സൈബർ സംഘ ശേഷിയൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെയും മുളകിൻ്റെയും കണക്കൊക്കെ പറയുമ്പോൾ അത് പൊലിപ്പിച്ച കണക്കുകൾ അല്ലെങ്കിൽ പൊലിപ്പിച്ച വികാര പ്രകടനം എന്നൊക്കെ കേൾക്കുകയുള്ളൂ. പക്ഷെ അത് സാധാരണക്കാരന്, പ്രേക്ഷകന്, മനുഷ്യന് കുറച്ചൊക്കെ മനസ്സിലാകും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ശ്രീ റെജി ലൂക്കസ്, ഈ സമരത്തെ അതിനെ നല്ല രീതിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ ഏതു ഭരണകൂടത്തിനായാലും ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിലൊന്നും ഒരു സംശയമില്ല. കാര്യത്തിൽ നമുക്ക് അവരോടുള്ള സഹതാപം വർദ്ധിക്കുകയുള്ളൂ. എനിക്കിപ്പോ ഈ സഹോദരി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാനും ഒരു വല്ലാത്ത മാനസികാവസ്ഥയായി. കാരണം നമുക്കിത് അറിയാം, അവർ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളൊക്കെ ഈ സമൂഹം നേരിടുന്ന ഒരു വസ്തുത തന്നെയാണ്. അത് വെച്ചുകൊണ്ട് തന്നെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും ഒരു സഹോദരൻ നിലയ്ക്ക് എനിക്കൊരു അപേക്ഷയുണ്ട്. അവർ മനസ്സിലാക്കേണ്ട വസ്തുതകൾ നെഗറ്റീവായിട്ട് കാണുന്നതിൽ പോസിറ്റീവായിട്ട് കാണണം. മാതൃഭൂമി ചാനലിലൂടെ ഞാനൊരു അഭ്യർത്ഥന നടത്തുവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് വ്യവസ്ഥാപിതമായ തൊഴിൽ സംഘടനകൾ ഇന്ത്യയിൽ നിരവധിയുണ്ട്. INTUC, CITU, AITUC, അങ്ങനെ BMS പോലുള്ള ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടനകൾ ഉയർത്തുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങളെ ഒരു തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം. തൊഴിലാളികളായിട്ട് അംഗീകരിക്കാത്തൊരു കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ 10 ലക്ഷം വരുന്ന ഈ ആശാവർക്കർമാരെ തൊഴിലാളികളെന്നുള്ള സ്റ്റാറ്റസ് കൊടുത്താൽ ഈ കേന്ദ്ര സർക്കാർ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും, മിനിമം തൊഴിൽ വേതനങ്ങളും, പെൻഷനും അതുപോലെയുള്ള എല്ലാ ആനുകൂല്യം കൊടുക്കാൻ നിർബന്ധിതരാകും. അപ്പൊ അതുകൊണ്ടാണ് അവർ കൊടുക്കാതിരിക്കുന്നത്. അത് നേടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് ഒരു ദേശീയ തലത്തിലുള്ള സമരം നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് അവരോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറി അവരോടൊപ്പം ചേർന്ന് ഈ പറയുന്ന രീതിയിലുള്ള നിങ്ങളുടെ നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ദയവായിട്ട് തയ്യാറാകണം. ഇതിൽ നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് എനിക്കൊരു വാക്ക് പറയാനുള്ളതിന്റെ സമയം തരണം. നിങ്ങൾ ബഹുമാനപ്പെട്ട വീണാ ജോർജ് മന്ത്രിയെ കുറിച്ച് അന്ന് മുതൽ വളരെ മോശമായിട്ട് പലതും പറയുന്നുണ്ട്. നിങ്ങളുടെ വേദന കൊണ്ട് പറയുന്നതായിരിക്കാം, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല അവർ. എനിക്ക് അവരെ നേരിട്ടറിയാവുന്നതാണ്. അവരൊരു നല്ല ഒരു മനുഷ്യത്തുള്ള ഒരു വനിതയും ഒരു മന്ത്രിയാണ് അവര്. ഇപ്പൊ നമ്മൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ വസ്തുതയിൽ നിന്ന് ഒളിച്ചുകൂടാതെ നിങ്ങൾ ഇതിനോടൊപ്പം ചേർന്ന് ഈ സമരം പിൻവലിച്ച് നിങ്ങൾ കേരള സർക്കാരിനോടും ഇവിടുത്തെ തൊഴിൽ സംഘടനകളോടൊപ്പം ചേർന്ന് ഇപ്പൊ രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന സമരത്തിനോടൊപ്പം ചേർന്ന് എത്രയും വേഗം ഈ രാജ്യത്തെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ന്യായമായ അവകാശം എന്ന രീതിയിലുള്ള ഉപദേശം അവിടെ സമരത്തിലിരിക്കുന്ന സഹോദരിമാർ കേൾക്കണം എന്നുള്ളതാണ് അങ്ങയുടെ ആവശ്യം. ഈ ഉപദേശവും ഇതിനപ്പുറത്തുള്ള ഉപദേശവും ഇതിനേക്കാൾ വലിയ അധിക്ഷേപവും ഒക്കെ കേട്ടുകൊണ്ടാണ് എന്തായാലും 50 ദിവസങ്ങളായി അവരവിടെ തുടരുന്നത്. എല്ലാ ഉപാധികളും, ഒരു ഉപാധിയും ഇല്ലാതെ സമരം വെച്ചൊഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടത് അവർ നിരാഹാരം തുടങ്ങാനിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ്. അത് ഈ പറയുന്ന ഉപദേശങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം കിട്ടുന്നത് എന്ന് പറയാനുള്ള ആർജവും ഒക്കെ ഈ 50 ദിവസം കൊണ്ട് ആ സ്ത്രീകൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ്, ശ്രീമതി പത്മജം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് ഇത്രയധികം സമയം.